നമ്മൾ നാളിതുവരെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം മാറ്റിത്തരുന്നൊരു ദൈവം, എനിക്ക് രോഗസൗഖ്യം തരുന്നൊരു ദൈവം, എൻ്റെ എല്ലാ പ്രശ്നത്തിലും ചെറുതും വലുതുമായ എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് ഈ പ്രപഞ്ചത്തെ നയിക്കാൻ നാളിതുവരെ നയിച്ചതുപോലെ സൂര്യനും ചന്ദ്രനും ഒരു സെക്കൻഡും ഒന്നും മാറാതെ ഇന്ന് വരെ നയിച്ചതുപോലെ എന്നെക്കുറിച്ചുള്ള പദ്ധതിയിൽ വ്യത്യാസം വരാതെ നയിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് എനിക്കുള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തെ നമുക്കൊരു പാട്ട് പാടി എണീറ്റിൽ നിന്ന് ആരാധിക്കാം. നമുക്കെല്ലാവരും എണീറ്റിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ. സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വം മുമ്പിലടച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും കുമ്പിടുന്നു. നമുക്കെല്ലാം നമ്മുടെ മുമ്പിലുള്ള ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ മനസ്സിലുള്ള ആകുലതകളും വിഷമങ്ങളെല്ലാം അവിടത്തേക്ക് വിട്ടുകൊടുക്കാം. എന്നെ കരുതുന്നവൻ, എന്നെക്കുറിച്ചൊരു പദ്ധതിയും പ്ലാനും ഉള്ളവൻ, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ളവൻ, ആ ദൈവം, ആ യേശു, എന്നെ സൃഷ്ടിച്ച ആ യേശു എൻ്റെ കാര്യങ്ങൾ നോക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാം അവിടത്തേക്ക് നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞ സഹായനായ പരിശുദ്ധാത്മാവ് നിന്നെ നിത്യം സഹായിക്കാൻ, നമ്മളെ നിത്യം സഹായിക്കാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന ആ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാം. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്വർഗത്തിൽ അങ്ങയുടെ ദൂതന്മാരോട് ചേർന്ന് ഞങ്ങളുടെ കാവൽ മാലാഖമാരോട് ചേർന്ന് അങ്ങയെ ഞങ്ങളിപ്പോൾ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നാളിതുവരെ ഈ സമയം വരെ അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർന്ന് ദിവസങ്ങളിൽ സമയങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നു, അവിടുത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ചെയ്തുപോയ എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചതിനായിട്ട്, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ അവിടുന്ന് ക്ഷമിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മലക 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 മലക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ബൈബിള് എടുത്ത് സങ്കീർത്തന പുസ്തകം
23 അധ്യായം വായിക്കാം. 625 പേജ്. സങ്കീർത്തനം 23. യഹോവ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വചനം കേൾക്കാം. വചനം കേൾക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ദിവസം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും, അങ്ങയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. കർത്താവായ ദൈവമേ, അതിലേക്കായിട്ട് നന്ദി പറയുന്നു. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് വിശ്വാസികൾക്ക് ഒന്നിച്ചു കൂടാൻ സാധ്യമല്ല. എങ്കിലും ഓൺലൈനിലൂടെ എല്ലാ സഭകളും, മിക്ക സഭകളും തന്നെ ഓൺലൈനിലൂടെ അവരുടെ ശുശ്രൂഷകൾ പുറത്ത് പോകുന്നുണ്ട്. എല്ലാവരും അത് ഓൺലൈനിൽ കാണുന്നുണ്ട്. കർത്താവേ, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മൊബൈൽ ഫോൺ വഴിയും TV വഴിയും ഒക്കെ അങ്ങയുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നിച്ച് എല്ലാവരും ലോകത്ത് അവരവരുടെ വീടുകളിലും അവരുടെ സ്ഥലങ്ങളിലും അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയുടെ വചനം കേൾക്കുവാനും ഒക്കെ ദൈവമേ, അങ്ങ് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും അങ്ങ് അതിനു വേണ്ടി ഈ ഇൻ്റർനെറ്റ് സംവിധാനം ഒരുക്കി വെച്ചിരുന്നതായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഓൺലൈനിലൂടെ കേൾക്കുന്ന ശുശ്രൂഷകളിൽ ഈ ശുശ്രൂഷ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യം. ബൈബിൾ എടുക്കുക, വായിക്കാറിയാവുന്നവരെല്ലാവരും എടുക്കുക. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 20 verses 8 onwards. Exodus 20 verse 8. ബൈബിളില് 90-ാമത്തെ പേജ്. ശാബത്ത് നാളിനെ വിശദീകരിക്കുവാൻ ഓർക്കുക. അല്ല, 20-ാം അധ്യായം 8-ാം വാക്യം. ശബത്ത് നാളിനെ വിശദീകരിക്കുവാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലകളെല്ലാം ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ദത്താവണം. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിനകത്തുള്ള പരദേശിയും യാതൊരു ജോലിയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും
പ്രത്യേക ശബ്ദം വന്ന് മനസ്സിലായി. നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം. ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് 10 കൽപ്പനകൾ കൊടുത്തിരുന്നതിനകത്ത് ഒരു കൽപ്പനയാണ്, അതായത് ശാബത്ത് ദിവസ ആചരണത്തെ കുറിച്ചുള്ള കൽപ്പന കൊടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ശാബത്ത് നാളിനെ വിശുദ്ധീകരിക്കുവാൻ ഓർക്കുക. ശാബത്ത് ദിവസം ഒരു ദിവസം 7 ദിവസം ഉള്ളതിൽ ഒരു ദിവസം ശാബത്ത് ദിവസമായിട്ട് ആചരിക്കണം എന്ന് ദൈവം പറയുന്നു. അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും സൃഷ്ടിച്ചു. യഹോവ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിനെയാണ് പഴയ നിയമത്തിൽ യഹോവ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ യഹോവ ദൈവം 6 ദിവസം കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം, കാണുന്നതും കാണാത്തതുമായ സകലതും ഉണ്ടാക്കിയത് 6 ദിവസം കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുന്ന 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും, ഇവിടെ ആകാശത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെയാണ്, അതായത് നമ്മൾ കാണുന്ന ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും നമ്മൾ കാണാത്തതായിട്ടുള്ള നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാക്കിയത് 6 ദിവസം കൊണ്ടാണ്. 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം ആകാശത്തുണ്ടാക്കി. പിന്നെ ഭൂമിയും അതിലുള്ള സകലതും, ഭൂമിയിലെ സമുദ്രം എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഭാഗം, ഭൂമി എന്ന് വെച്ചാൽ തറ ഭാഗം, അവയിലുള്ളതൊക്കെ സൃഷ്ടിച്ചു. അതായത് മത്സ്യങ്ങൾ, ആകാശത്തുള്ള പക്ഷികള്, കന്നുകാലികള്, വയലിലുള്ളതും കാട്ടിലുള്ളതുമായിട്ടുള്ള എല്ലാ മൃഗങ്ങളും, മനുഷ്യരെയും ഉണ്ടാക്കിയത് 6 ദിവസം കൊണ്ടാണ്. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ദൈവം അതായത് എല്ലാം ഉണ്ടാക്കിയ ദൈവം, സർവജ്ഞാനിയായ ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിട്ടിരുന്നു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശാബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവം 7-ാം ദിവസമായ ശാബത്ത് ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. ബാക്കി ദിവസങ്ങളെ അനുഗ്രഹിച്ചോ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ ദിവസം ദൈവം പറയുന്നു, നിങ്ങളത് ശാബത്തായിട്ട് ആചരിക്കണം. ഞാൻ വിശ്രമിച്ചതുപോലെ തന്നെ നിങ്ങളും വിശ്രമിക്കണം. 7-ാം വാക്യമാണ്, 11-ാം വാക്യമാണ് ഇപ്പൊ വായിച്ചത്. 10-ാം വാക്യം നമുക്ക് വായിക്കാം. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശാബത്താകുന്നു. അതായത് 6 ദിവസം നമ്മളെല്ലാവരും ജോലി ചെയ്ത് രാവിലെ എഴുന്നേറ്റ് വീട്ടുജോലികൾ ചെയ്യണം. പുറത്തുപോയി ജോലി നമുക്ക് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കണമെങ്കിലും ജോലി ചെയ്യണം. അതിനുവേണ്ടി പുറത്തുപോയി ജോലി ചെയ്യുന്നവരുണ്ട്. പുറത്തുപോയി ജോലി ചെയ്യുന്നവരായാലും 6 ദിവസം എല്ലാവരും ജോലി ചെയ്യണം. ആരും മടി പിടിച്ച് വീട്ടിലിരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. 6 ദിവസം അധ്വാനിക്കണം എന്നായി ബൈബിൾ എഴുതിയിരിക്കുന്നതാണ്. വീട്ടിൽ ഇരുന്ന് ആരെങ്കിലും ഉറങ്ങുകയോ കിടക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് ദൈവഹിത പ്രകാരമല്ല, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടാണ് വീട്ടിൽ ഇരുന്ന് വിശ്രമിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് ജോലിയില്ല, ജോലി ചെയ്യാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നത് ദൈവഹിതത്തിന് എതിരായിട്ടാണ്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലകളെല്ലാം ചെയ്യാം. വീട്ടുവേല ഉൾപ്പെടെ, ചില വീട്ടിൽ തുണി ഇടണം, തേക്കണം, വീട് വൃത്തിയാക്കണം, ഇതെല്ലാം ചെയ്യുന്നത് ഈ 6 ദിവസം കൊണ്ടാണ്. അതേ 6 ദിവസം കൊണ്ട് തന്നെ പുറത്തുപോയി ജോലി ചെയ്യുന്നവർ പുറത്തുപോയി ജോലി ചെയ്യണം. അത് ദൈവം ഈ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യം. നമ്മൾ ഒരുപാട് പേരുണ്ട് ജോലി ചെയ്യാതെ വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർ. സ്ത്രീകൾ തന്നെ ആയാലും അവർ വീട്ടില് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരുണ്ട്. ഒന്നും ചെയ്യാൻ ടിവിയും കണ്ട് വർത്താനം പറഞ്ഞ് ഫോണിൽ കൂടെ സമയം കളഞ്ഞ് അതെല്ലാം ദൈവഹിത പ്രകാരം, വചനത്തിന്റെ പ്രകാരം അത് തെറ്റാണ്. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് 6 ദിവസം അധ്വാനിക്കണം. ഈ 6 ദിവസം അധ്വാനിച്ചതിന് ശേഷം 10-ാം വാക്യത്തിൽ പറയുന്നത് 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശാബത്താകുന്നു. അതായത് 7-ാം ദിവസം നമുക്ക് എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ആഴ്ചയിൽ 7 ദിവസമുണ്ട്. 6 ദിവസം നമുക്ക് ജോലി ചെയ്യാം. 7-ാം ദിവസം ജോലി ചെയ്യാൻ പാടില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അന്ന്, അതായത് ഈ ശാബത്ത് ദിവസം, അന്ന് നീയും നിന്റെ പുത്രനും നിന്റെ പുത്രിയും, അതായത് എല്ലാവർക്കും മക്കൾ കാണും, അതുപോലെ മകനും മകളും,
നിന്റെ വേലക്കാരനും വേലക്കാരിയും, വീട്ടിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും. അതായത് അന്നത്തെ പഴയ ഈ നിയമം ഈ സമയത്ത് എല്ലാവരുടെയും നമുക്ക് കാറും ബൈക്കും ഉള്ളതുപോലെ അന്ന് ആൾക്കാർക്ക് എന്താണുള്ളത്? കാളയോ കഴുതയോ പശുവോ ഒക്കെ ആയിരിക്കും. കാളയെ കഴുതയെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്ന സമയങ്ങളാണ്. അന്ന് കാള വയലിൽ വേണം, കഴുത ഭാരം ചുമക്കും, കുതിര യുദ്ധത്തിന് പോകും. അപ്പൊ ഒരു മൃഗങ്ങളെയും കൊണ്ടും ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. ഏതാണ്? 7-ാം ദിവസം. 7-ാം ദിവസം അന്ന് നിന്റെ കന്നുകാലികളും പടിവാതിലിനകത്തുള്ള പരദേശിയും യാതൊരു ജോലിയും ചെയ്യരുത്. അതായത് നമ്മുടെ വീട്ടിനകത്ത് ഏതെങ്കിലും പരദേശികൾ താമസിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ നാട്ടില് കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും നാട്ടിലെ ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പോലും ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് തിരുവെഴുത്തുകൾ, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം വിശ്രമിക്കും. പൂർണ്ണമായിട്ടുള്ള വിശ്രമമായിരിക്കണമെന്ന് ഇത് ദൈവ കൽപ്പനകളാണ്. ദൈവം നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയല്ല, അതായത് നമ്മൾ അഭ്യർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. 6 ദിവസം എല്ലാവരും അധ്വാനിക്കണം, 7-ാം ദിവസം എല്ലാവരും വിശ്രമിക്കണമെന്ന്. അപ്പം നമുക്കതിൻ്റെ എല്ലാവരും അത് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് ചെയ്യണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും സാബത്ത് ദിവസം ആചരിക്കാതായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ആചരിക്കാനായിട്ട് ഇനി മുതലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. സാബത്ത് ആചരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്ത സമയത്ത്, ഞങ്ങളെല്ലാവരും അമേരിക്കയിലായിരുന്ന സമയത്ത് ഇളയ പിള്ളേരില്ല, അന്നേ സാറേ ഇല്ല, ബാക്കി 3 പേരുണ്ട്. അന്നൊരു സുഹൃത്ത്, അദ്ദേഹമാണെങ്കിൽ ഞായറാഴ്ചയും ജോലി ചെയ്യും. ഞങ്ങൾ പറഞ്ഞു ഞായറാഴ്ച ജോലി ചെയ്യാൻ പാടില്ല, ദൈവം ഈ കൽപ്പന പ്രകാരം ജോലി ചെയ്യാൻ പാടില്ല. അപ്പം അദ്ദേഹം തന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ ജോലി ചെയ്യുമ്പോൾ, വലിയൊരു സോഫ്റ്റ്വെയർ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാർ, 10,000 ആൾക്കാർ നമ്മളിവിടെ നിന്ന് പോകണം, IT പഠിച്ച ആൾക്കാരെല്ലാം ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഞായറാഴ്ച ജോലി ചെയ്തിട്ട് ആ പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കും. നല്ല കാര്യമല്ലേ? ലോകദൃഷ്ടിയിൽ നല്ല കാര്യമാണ്. പക്ഷെ ദൈവകൽപ്പന ലംഘിച്ചു. ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് നമ്മളൊരു നല്ല കാര്യം ചെയ്യാനായിട്ട് ദൈവം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ 7-ാം ദിവസം ജോലി ചെയ്താലും ഞാൻ ഈ പൈസ പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്. അയാൾ ഇന്ന് വരെ പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ഈ 7-ാം ദിവസം ജോലി ചെയ്യുന്ന പൈസ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും എന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ അപ്പം പറയുന്ന ഒരു ദിവസം ജോലി ചെയ്യേണ്ട, ആ പൈസ വേണ്ട, ആ പൈസ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ അന്ന് വിശ്രമിക്കും, ചുമ്മാ കിടന്നുറങ്ങ വീട്ടില്. 1999 അന്ന് മേരി ജനിച്ച സമയമാണ്. മേരി ജനിച്ച് ഞങ്ങൾ ഇവിടെ വീട്ടില് ലിവിങ് റൂമിൽ, അന്ന് ആ മുമ്പശത്ത് കാണുന്ന വീട് മാത്രമേ ഉള്ളൂ. അപ്പം ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് 1999 ഏപ്രിൽ മാസം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും സുനിലും ജോണും, പിന്നെ മേരിക്ക് ഓർമ്മയാണ്, മേരിക്ക് 1 മാസം പ്രായമല്ലേ ഉള്ളൂ, മേരിക്ക് ഓർമ്മ കാണത്തില്ല. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത്, ഇന്ന് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ദൈവത്തിൻ്റെ സാബത്തായിട്ട് ആചരിക്കണം. മേരി, അപ്പം ജെയിംസും അന്നയും സാറേ ഇല്ല, മേരി കൈക്കൊച്ച്, ജോണുണ്ട്, 3 വയസ്സ് പ്രായമുള്ള ജോണുണ്ട്. അപ്പം ജോണിനും ഇവർ രണ്ടും സാക്ഷികളായിട്ട് ഞങ്ങൾ രണ്ടും തീരുമാനിച്ച് ഇനി മുതൽ ഒരു ഞായറാഴ്ചകളും ഒരു കാരണവശാലും ജോലി ചെയ്യണ്ട, വീട്ടു ജോലിയും ചെയ്യുന്നില്ല. ഞാൻ അന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, തലേദിവസം ഉണ്ടാക്കി വയ്ക്കും. ഇന്ന് ജോലിക്കാരൊന്നുമില്ല, ഇപ്പം ഒരുപാട് പേര് ജോലി ചെയ്യാനുണ്ട്. പക്ഷെ അന്ന് ജോലിക്കാരൊന്നുമില്ല, ഞങ്ങൾക്ക് അത്രയും പൈസ ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസമേ എല്ലാം ജോലി ചെയ്ത് എല്ലാം ചെയ്ത് വയ്ക്കും. പിറ്റേ ദിവസം ഒന്നും ചെയ്തില്ല, ശാപത്തായിരിക്കും. പിന്നെ മക്കളൊക്കെ വലുതായി ഒന്നും ചെയ്തില്ല, വെറുതെ ഇരിക്കും, പള്ളിയിൽ പോവും, ബാക്കിയൊന്നും ചെയ്തില്ല. മക്കൾ വളർന്നു വന്നപ്പോഴും ഞാൻ മക്കൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പഠിക്കണ്ട, ഞായറാഴ്ച ദിവസം പഠിക്കണ്ട,
കുഞ്ഞുങ്ങളായിരിക്കും ഇവർ കേൾക്കും അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും ഇവർ അപ്പനമ്മ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. പക്ഷെ അവർക്ക് ഇച്ചിരി പ്രായപൂർത്തിയായി തുടങ്ങിയപ്പം അവർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എന്തുകൊണ്ട് പഠിച്ചുകൂടാ? നാളെ പരീക്ഷയാണ്, നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ ഞങ്ങൾക്ക് പരീക്ഷയാണ്, ഫൈനൽ എക്സാമാണ്, ബോർഡ് എക്സാമാണ്, ഞങ്ങൾക്ക് പഠിക്കണം. എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഞങ്ങൾക്ക് പഠിക്കണ്ട, അതിൽ കുറച്ചുള്ള മാർക്ക് മതി. കാരണം ഞാൻ ഇന്ന് വരെ ഈ 5 മക്കൾ ചോദിച്ചത് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ഇന്ന് വരെ വഴക്കും പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതിൽ കുറഞ്ഞുള്ള മാർക്ക് മതി. അവരെ ഞാൻ ഇന്ന് വരെ ഞായറാഴ്ച ദിവസം, ഞായറാഴ്ചയാണ് ശാപത്ത് ആചരിക്കുന്നത്, അതുകൊണ്ട് പക്ഷേ ഇതിവിടെ കേൾക്കുന്ന ചോദിക്കും ശനിയാഴ്ച അല്ലേ ശാപത്ത്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ശനിയാഴ്ച ശാപത്ത് ആചരിക്കുന്നവരുണ്ട്. എൻ്റെ തന്നെ വീട്ടിൽ ഇപ്പം തന്നെ മോൻ ശാപത്ത് ആചരിക്കുന്നത് ശനിയാഴ്ചയാണ്. ബാക്കി ഞങ്ങളൊക്കെ ഞായറാഴ്ചയാണ് ശാപത്ത് ആചരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മോൻ ജെറുസലേമിൽ പഠിക്കുന്നത് കൊണ്ട് അവൻ്റെ സുഹൃത്തുക്കളെല്ലാം ശാപത്ത് ആചരിക്കുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് അവൻ ശനിയാഴ്ച ശാപത്ത് ആചരിക്കും. ഞങ്ങളെല്ലാവരും ഞായറാഴ്ചയാണ് ശാപത്ത് ആചരിക്കുന്നത്. അപ്പം എന്ത് തന്നെയായാലും ഒരു ദിവസം നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പം എൻ്റെ മക്കൾ ഇന്ന് വരെ ഞായറാഴ്ച ദിവസം പഠിച്ചിട്ടില്ല, പഠിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. പഠിക്കാൻ ബാക്കി ദിവസങ്ങളിൽ വേണമെങ്കിൽ രാത്രി മൊത്തം ഇരുന്ന് പഠിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞായറാഴ്ച ദിവസം ഞാൻ പഠിക്കാൻ സമ്മതിച്ചിട്ടില്ല. അവർ പിറ്റേ ദിവസം എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഞാൻ ട്യൂഷനും കൊടുത്തിട്ടില്ല. ഇന്ന് വരെ ട്യൂഷൻ ഈ 5 മക്കളെ വളർത്തിയിട്ട് ട്യൂഷൻ പോലും കൊടുത്തിട്ടില്ല. എത്രയോ അപ്പനമ്മമാരാണ് ട്യൂഷൻ്റെ പേരും പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്നത്, 7 മണിക്ക് കൊണ്ട് ട്യൂഷനാക്കുന്നത്, പിന്നെ 8:30 9 മണിക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്, പിന്നെ കൊണ്ട് സ്കൂളിലാക്കുന്നത്, സ്കൂൾ കഴിഞ്ഞ് 4 മണിക്ക് വീണ്ടും കൊണ്ട് ട്യൂഷനാക്കുന്നത്, പിന്നെയും 7 മണി വരെ കാത്തിരിക്കും ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരാനായിട്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ കാലം തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ എൻ്റെ മക്കളെ നിർബന്ധമായിട്ട്, ഞാൻ ചിലപ്പം എൻ്റെ മക്കളെ പറഞ്ഞോണ്ട് അമ്മ എക്സ്ട്രീമിസ്റ്റ് ആണ്, എന്ന് വെച്ചാൽ എന്താ, തീവ്രവാദിയാണെന്ന്. അമ്മ തീവ്രവാദി ആയതുകൊണ്ടാണ് ഈ ഞായറാഴ്ച പഠിക്കാൻ സമ്മതിക്കാത്തത്. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തീവ്രവാദി ആയിരുന്നെങ്കിലും ഞാൻ ദൈവകൽപ്പന പാലിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ ഈ കൽപ്പന ഇപ്പം നമ്മൾ വായിച്ച പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ ഞാൻ പാലിച്ചത് കൊണ്ട്, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പാലിച്ചത് കൊണ്ട് എനിക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടി വന്നില്ല. നിങ്ങൾ ട്യൂഷൻ ഫീസ് കൊടുക്കാത്തത് കൊണ്ട് മക്കളെല്ലാവരും പഠിക്കാത്തവരാണ്. എൻ്റെ മക്കളെല്ലാവരും നല്ല മാർക്ക് വാങ്ങിച്ച് പഠിച്ചിട്ടാണ്. സ്കൂളിലേക്ക് കോളേജിലേക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പഠിച്ച മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ മക്കളെല്ലാവരും ഞാൻ ഓൺലൈനിലൂടെ കാണുന്നവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രത്യേകിച്ചുള്ള വേറെ ആരുമില്ല പുറത്തത്. പക്ഷെ പറയുന്നത് അവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കും. നമുക്ക് നഷ്ടമൊന്നും വരുത്തില്ല. ദൈവകൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരുത്തില്ല. ഞാൻ വിചാരിക്കുന്ന എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പഠിച്ചത് അവർ ദൈവത്തിൻ്റെ ഈ കൽപ്പന പാലിച്ചത് കൊണ്ടാണ്. ഒരു ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. അന്ന് പഠിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അവർ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവരെങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഭരണത്തിന് കീഴിലായിരിക്കുമ്പോൾ ഈ വീട്ടിൽ അവർ ഞാൻ പറയുന്നത് കേൾക്കും. അപ്പോൾ അവർ ഞായറാഴ്ച ദിവസം പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ട്യൂഷൻ്റെ പേരും പറഞ്ഞ് ഒരു പൈസ ഞാൻ ഇന്നുവരെ ചിലവാക്കിയിട്ടുമില്ല, സമയവും കളഞ്ഞിട്ടില്ല. ഞാൻ ഇംഗ്ലണ്ടിൽ 2010 ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മോൻ അന്ന് കുറച്ച് 4 മാസം 5 മാസം കണ്ടേ ഉള്ളൂ ഫൈനൽ ബോർഡ് എക്സാം. ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് സ്ഥലം മാറി വന്നിട്ട് 5-6 മാസത്തിനുള്ളിൽ അവൻ്റെ ബോർഡ് എക്സാമാണ് 10ാം ക്ലാസ്സിൻ്റെ. അവന് മാത്സ് ഭയങ്കര പാട്. ഇംഗ്ലണ്ടിൽ അത്രയും മാത്സ് പഠിക്കാനില്ലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ മാത്സ് കണക്ക് ഒരുപാട് കൂടുതൽ പഠിക്കാറുണ്ട്. അപ്പം ഞാൻ വെച്ച് ട്യൂഷൻ കൊടുക്കാം. 10ാം ക്ലാസ് അല്ലേ, 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ നമുക്ക് 2ാമത് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ട്യൂഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൊല്ലത്ത് പോയി മോന് വേണ്ടി ട്യൂഷന് വേണ്ടി ചോദിച്ചു. എല്ലാവർക്കും ട്യൂഷൻ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം എനിക്ക് ലംഘിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് മോൻ കിൻഡർ ഗാർഡൻ KG ക്ലാസ്സിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന അന്ന് മുതൽ ഇനി 10ാം ക്ലാസ് വരെ ഞാൻ ട്യൂഷൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കണക്കിൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ട്യൂഷൻ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര, ട്യൂഷൻ വിടുന്നോണ്ടല്ല എനിക്ക് പ്രശ്നം. എനിക്ക് ഞായറാഴ്ച ദിവസം വിടാൻ എനിക്ക് വിഷമമായിരുന്നു. ഞാൻ വിടാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ദൈവം എന്നെ സഹായിച്ചു. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ എന്നെ പറഞ്ഞു, ഞാൻ ഒഴിവ് സമയത്ത്
ഉച്ചയ്ക്ക് വിശ്രമ സമയം ഉണ്ടല്ലോ, അതെന്താ പറയുന്നത് വിശ്രമ സമയത്ത് ഉച്ചയ്ക്ക് ഇംഗ്ലീഷിൽ ഇൻ്റർവെൽ എന്ന് പറയും, മലയാളത്തിൽ അതല്ല. എന്നാലും ഇൻ്റർവെൽ സമയത്ത് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചോളാം. അങ്ങനെ ആ സാറ് പഠിപ്പിച്ച് അവർ മോന് ഞായറാഴ്ച ട്യൂഷന് പോകേണ്ടി വന്നില്ല. പിന്നെ എനിക്ക് ട്യൂഷൻ പഠിപ്പിക്കേണ്ട ആവശ്യവും വന്നില്ല. അപ്പം ദൈവം അങ്ങനെ സഹായിച്ചു. മോന് അവൻ ഇംഗ്ലണ്ടിലുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് മോൻ പഠിച്ചത്. മോന് യൂണിവേഴ്സിറ്റി തന്നെ ഫസ്റ്റ് ആയിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിച്ചിറങ്ങിയ വർഷം അവന് ഫസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നഷ്ടം ഒന്നും വന്നിട്ടില്ല. ദൈവം അതിനകത്ത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞായറാഴ്ച ദിവസം പറ്റുന്ന എല്ലാവരും പറ്റുന്നെന്ന് ഞാൻ പറയില്ല, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാനായിട്ട് നമ്മൾ പാലിക്കണം. ദൈവം കൽപ്പനകൾ എന്ന് വെച്ചാൽ കൽപ്പനയാണ്, നിയമമാണ്. നമ്മളൊരു ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് നമ്മളിങ്ങനെ ഹൈവേയിലോട്ട് കയറുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ കൊല്ലത്ത് അധികം ട്രാഫിക് സിഗ്നലൊന്നും ഇല്ല. പക്ഷെ ബാക്കി നാടുകളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം കൊല്ലത്തുണ്ട് ട്രാഫിക് സിഗ്നൽ. കൊല്ലത്ത് പക്ഷെ നമ്മുടെ ഇവിടെ ട്രാഫിക് സിഗ്നലില്ല. നമ്മൾ കൊല്ലത്തേക്ക് ചിന്നക്കടയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പച്ച ലൈറ്റ് കത്തി കിടക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ ഓടിച്ചങ്ങ് പോകും, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. മഞ്ഞ കത്തി കിടക്കുകയാണെങ്കിലോ നമ്മൾ സൂക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വണ്ടി ഇല്ലെന്ന് നോക്കിയിട്ട്, വണ്ടി ഓടിക്കുന്നവർക്കറിയാം, വണ്ടി ഓടിക്കാത്തവർക്ക് അറിയത്തില്ല, വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കും. അപ്പം പച്ചയാണെങ്കിൽ നമ്മളങ്ങ് ഓടിച്ചു പോകും, മഞ്ഞയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വണ്ടി ഇല്ലെങ്കിൽ ഓടിച്ചു പോകും. ചുവപ്പാണെങ്കിൽ എന്ത് ചെയ്യും? നിർത്തും. അത് ഏത് മന്ദബുദ്ധിയാണെങ്കിലും ചുവപ്പാണെങ്കിലും നിർത്തും അല്ലേ? എന്തുകൊണ്ടാണ് ചുവപ്പ് പറയുന്നത്? ഇപ്പം നിങ്ങൾ വണ്ടി ഓടിച്ചു പോയാൽ അത് നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കാൻ 99% സാധ്യത. രാത്രി 2 മണിക്ക് 3 മണിക്ക് ചിലപ്പോൾ വണ്ടികളൊന്നും ഇല്ലായിരിക്കും, ചുവപ്പാണെങ്കിൽ ഓടിച്ചു പോകായിരിക്കും. പക്ഷെ അത് 99% പറഞ്ഞത് അതുകൊണ്ടാണ്. ചിലപ്പോൾ വണ്ടി വന്ന് രാത്രി 2 മണിക്ക് 3 മണിക്ക് വണ്ടി കുറവായിരിക്കും. ആ സമയത്ത് ഓടിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പം രക്ഷപ്പെടുകയും. പക്ഷേ കൂടുതൽ സാധ്യത നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വണ്ടിയോ മനുഷ്യനോ പട്ടിയോ പൂച്ചയോ എടുത്ത് ചാടി നമുക്ക് അപകടം ഉണ്ടാകും. ചുവപ്പ് കണ്ടാൽ നിർത്തണം. അതുപോലെയാണ് ഈ 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തുക തന്നെ ചെയ്യണം. ഞായറാഴ്ച ജോലി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പാടില്ല, ഒരു കാര്യം ചെയ്യണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തുമ്പോൾ ഞായറാഴ്ച ഒരു കാരണവശാലും നമ്മൾ സൈറ്റിലെങ്കിലും ഒരു പണിയും വെക്കാറില്ല. ഈ പരദേശികൾ നമ്മുടെ നാട്ടിൽ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുകയും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഞായറാഴ്ച ദിവസം അവർ എന്താ പറയുന്നത്, ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പം, ഞായറാഴ്ച ജോലിയില്ല. വേറെ സ്ഥാപനത്തിലാണ് അത് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതും കൂടെ ശമ്പളം 1000 രൂപ ശമ്പളം കിട്ടുന്നവരാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും 1000 രൂപയും 900 രൂപയ്ക്ക് ശമ്പളമുണ്ട്. അവർക്ക് 1000 രൂപ നഷ്ടം വരുന്നത് ഒരാഴ്ചയിൽ. അപ്പം ആ മാസത്തിൽ 4000 രൂപ നഷ്ടം വരും. അതാണ് ഇവിടെ ജോലി ചെയ്യുന്നതിന് അവരുടെ കുഴപ്പമെന്ന് അവർ പറയുന്നത്. എങ്കിലും നമ്മുടെ സ്ഥാപനം നടത്തിയപ്പോഴൊക്കെ ഇപ്പം ഈ വർഷം ഒന്നും പണിയൊന്നുമില്ല, പക്ഷെ കഴിഞ്ഞ വർഷവും പണി കുറവായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരും പറയുന്നത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മാസം 4000 രൂപ നഷ്ടം വരുന്ന കാരണം നമുക്ക് ജോലി കൊടുക്കുന്നില്ല ഞായറാഴ്ച ദിവസം. പിന്നീട് ഞാൻ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ചകൾ ആരെങ്കിലും പറഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ ജോലി പോവാമോ, വെള്ളം ഒഴിക്കാൻ പോകാമോ, വെള്ളം ഒഴിക്കണമല്ലോ, ഇനി ഇവരാരും പോകത്തില്ല. കാരണം ഇവർ 5-6-7 വർഷം ഇവിടെ ഇരുന്ന് ജോലി ഞായറാഴ്ച ദിവസം ഉറങ്ങി വിശ്രമിച്ച് അവർക്ക് മനസ്സിലായി കൊള്ളാം. പിന്നെ അവർ ജോലി ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ ജോലി ചെയ്യത്തില്ല. ഞാനും വിട്ടു കളഞ്ഞു. അത് ഞാൻ വെള്ളം ഒഴിക്കാനും ചിലപ്പോൾ ഒരാളെ ഞാൻ മാറി 10-200 പേരോട് താമസിച്ച് ആരെങ്കിലും ഒരാൾ മാറിപ്പോയി വെള്ളം ഒഴിക്കും. അല്ലാതെ അവർക്ക് ആർക്കും ഞായറാഴ്ച അവർക്ക് എഴുന്നേക്കാൻ പോലും ഇഷ്ടമല്ല. നല്ല കാര്യമാണ്, എനിക്ക് തോന്നി നല്ല കാര്യമാണ്. അവർ വിശ്രമിച്ചോട്ടെ. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് 6 ദിവസം അധ്വാനിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്യണം ദൈവം പറഞ്ഞെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചിലപ്പം അത് ആവശ്യമുണ്ടായിരിക്കും. ബാക്കി ദിവസങ്ങളിൽ ഓവർ ടൈം ചെയ്തു, കൂടുതൽ ജോലി ചെയ്തു. പക്ഷെ അന്ന് നമ്മുടെ വീട്ടിലെ തുണി കഴുകാനോ തേക്കാനോ തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും പോകരുത്. പരമാവധി നമ്മൾ ജോലികൾ ഒഴിവാക്കി വേണം ഇട്ടിരിക്കാൻ. ഞായറാഴ്ച ദിവസം പൂർണ്ണമായിട്ട് വിശ്രമിക്കുക, ഒന്നും ചെയ്യാതിരിക്കാൻ നോക്കുക.
എങ്കിലും പറയുന്നുണ്ട് നമുക്ക് ഓൺലൈനിലൂടെ കാണുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മക്കൾക്കെല്ലാം ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. നമ്മളെ പോലെ തന്നെയായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞ ആൾക്കാർക്ക് ഞായറാഴ്ച ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അമേരിക്കയിലായാലും ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മലയാളികൾ കൂടുതൽ നേഴ്സുമാരും IT കാരുമാണ് കൂടുതൽ അമേരിക്കയിലും ലണ്ടനിലൊക്കെ ജോലി ചെയ്യുന്നവർ. ഞായറാഴ്ച ജോലി ചെയ്യുന്നവർക്ക് ഇരട്ട ശമ്പളമാണ്, ഇരട്ടി കിട്ടും ശമ്പളം. അതായത് ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് ഞായറാഴ്ച ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇരട്ടി ശമ്പളം കിട്ടും. രാത്രി എത്രയോ സമയം കഴിഞ്ഞാലും ഇരട്ടി ശമ്പളം കിട്ടും. അപ്പം മലയാളി സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? അവർ ഞായറാഴ്ച ജോലി ചെയ്യും. കാരണം എന്താ, ഒരു ദിവസം പോയി കഴിഞ്ഞാൽ 2 ദിവസം ശമ്പളം കിട്ടും. അപ്പൊ അവര് ദൈവത്തിന്റെ കൽപ്പനകൾ ധിക്കരിച്ച്, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അവര് ഞായറാഴ്ച ദിവസം ഇരട്ടി ശമ്പളം കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നവരാണ്. IT കാരായാലും അങ്ങനെയാണ്. എനിക്ക് IT കാർക്ക് ഇരട്ടി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നഴ്സുമാർക്ക് ഇരട്ടി ശമ്പളം കിട്ടുമായിരുന്നു. അതുകൊണ്ട് അവര് ഞായറാഴ്ച ദിവസം അവർ ജോലി ചെയ്യാൻ അവർ കൂടുതൽ താല്പര്യം കാണിക്കുമായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ, ഇപ്പോൾ 1% പോലും ഇല്ല ആൾക്കാർ ഞായറാഴ്ച ജോലി വേണ്ടെന്ന് വയ്ക്കും. കാരണം അവരുടെ ഭർത്താവും മക്കളൊക്കെ അന്ന് വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് അവർ നിൽക്കും. പക്ഷേ ഈ ഭർത്താക്കന്മാരും പൈസ കുതിയന്മാരാണെങ്കിൽ അവർ പറയും നീ ഞായറാഴ്ച ജോലി ചെയ്യാൻ പോകാൻ, കാരണം ഇരട്ടി ശമ്പളം കിട്ടുമല്ലോ. 4 ഞായറാഴ്ച ജോലി ചെയ്താൽ, ഞായറാഴ്ചയും ശനിയാഴ്ചയും മാത്രം ജോലി ചെയ്യുന്ന നഴ്സുമാരുണ്ട്. കാരണം അവർക്ക് ഇരട്ടി ശനിയാഴ്ചയും കിട്ടും ഇരട്ടി ശമ്പളം. കാരണം ശനി ഞായർ അവർ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും ഒന്നും അവിടുത്തെ വെള്ളക്കാരൊന്നും ജോലിക്ക് പോകത്തില്ല. അപ്പം നമ്മുടെ മലയാളികൾക്ക് അന്ന് നമ്മൾ നാട്ടിൽ പറഞ്ഞ കൊല്ലക്കാരെ പറഞ്ഞ ചാകരയാണ് അന്ന് ജോലിക്ക് പോയാൽ കൂടുതൽ പൈസ കിട്ടുന്ന സമയം. അപ്പം അവർ സാപത്ത് ലംഘിച്ചുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് നഴ്സുമാരെ ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഓൺലൈനിലൂടെ. അവർ കൂടി കേൾക്കാൻ പറയാണ്, നിങ്ങൾ ജോലി ചെയ്ത് ഇരട്ടി ശമ്പളം വാങ്ങിച്ചാലും അത് ദൈവ നിയമപ്രകാരം, ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രകാരം നിങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കാരണം നിയമം ലംഘിച്ചു. നേരത്തെ പറഞ്ഞ കണക്ക് റെഡ് സിഗ്നൽ ചാടിപ്പോയാൽ അപകടം വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം പിന്നെ കൊല്ലത്താണെങ്കിൽ റെഡ് സിഗ്നൽ ചാടിയ ഫൈൻ വീട്ടിലെഴുതി വരും അല്ലേ? വീട്ടിൽ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലെറ്റർ വരും, നിങ്ങൾ റെഡ് സിഗ്നൽ ചാടിയെന്ന് പറഞ്ഞാൽ അത് ആ ഫൈനും വരും. പഴയ നിയമത്തിൽ ഞാൻ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോയി 70 വർഷത്തേക്ക്. പോകുന്നതിന് മുമ്പ് ദൈവം പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ 70 വർഷം കണക്ക് കൊടുത്തു, 70 വർഷത്തേക്ക് ഞാൻ നിങ്ങളെ അടിമകളായിട്ട് ബാബിലോണിലേക്ക് അയക്കാൻ പോകണം. അപ്പം ഈ ഇസ്രായേൽ താമസിച്ചിരുന്ന ആൾക്കാർ ഇത്രയും ദൂരം എനിക്ക് തോന്നുന്നൊരു ഇപ്പം നടക്കുകയാണെങ്കിൽ ഒരു 40 ദിവസം നടക്കണം. അത്രയും ഇപ്പം ഈ അടിമകളായിട്ട് കൊണ്ടുപോയ ഒരു ട്രെയിനിലൊന്നും അല്ല നടത്തിയാണ് കൊണ്ടുപോയത്. ഈ 40 ദിവസം യാത്ര ചെയ്ത് ഇവരെ കൊണ്ടുപോയത് 70 വർഷം അടിമ വേല ചെയ്യിപ്പിക്കാനാണ്. 70 വർഷങ്ങളാണ് അവരുടെ അടിമകളായിട്ട് ജോലി ചെയ്തത് ബാബിലോണിൽ. ദൈവം അതിന് 70 വർഷം എന്തുകൊണ്ടാണ് കണക്ക് പറഞ്ഞത്? നിങ്ങൾ 70 വർഷം കുടിച്ച് 360 ദിവസം കൊണ്ട് കുടിക്കുകയാണെങ്കിൽ എത്ര ദിവസമുണ്ട്? അത്രയും ദിവസങ്ങൾ നിങ്ങൾ ശാപത്ത് ആചരിച്ചില്ല, ചേർത്ത് കൊടുത്തു. എന്തുകൊണ്ടാണ് 70 വർഷം വരെ മാറ്റി നിർത്തിയ ദൈവം പറയുന്നത്? അന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പല ജോലികളും ചെയ്യുന്നുണ്ട്. അന്ന് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ആൾക്കാർ കൃഷി വേലയാണ് ചെയ്യുന്നത്. അപ്പം ദൈവം പറഞ്ഞിട്ടുണ്ട് 6 ദിവസം ജോലി ചെയ്തിട്ട് 7-ാം ദിവസം വിശ്രമിക്കണം. 6 വർഷം കൃഷി എടുത്തിട്ട് 7-ാം വർഷം കൃഷി നിലം പാഴാക്കിയിട്ടിരിക്കണം. അതായത് ആ 7-ാം വർഷം ആരും കൃഷി ചെയ്യരുത്. പിന്നെ ദൈവം പറയുന്നത് 49 വർഷം ജോലി ചെയ്തിട്ട് 50-ാം വർഷം കൃഷി ചെയ്യരുത്. 50-ാം വർഷം നമ്മൾ ആരെങ്കിലും നമ്മളിത് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കണം. ജൂബിലി വർഷമായിട്ടാണ് അത് ആഘോഷിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ നിന്ന് 100 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. അത് 50 വർഷം കഴിയുമ്പോൾ പലിശ കൂട്ടി ഒരുപാട് പൈസ കാണുമല്ലേ? ദൈവം പറയുന്നത് ആ 50-ാം വർഷം ആ പൈസ എല്ലാം തിരിച്ചു കൊടുക്കുക, ജപ്തി ചെയ്ത വീടുകൾ തിരിച്ചു കൊടുക്കുക, ജപ്തി ചെയ്ത മൃഗങ്ങൾ തിരിച്ചു കൊടുക്കുക. ചിലപ്പം അന്നത്തെ കാലത്ത് പൈസ ഒട്ടില്ല, മക്കളെ വരെ കൊടുക്കുമായിരുന്നു.
ഈടായിട്ട്. മക്കളെ തിരിച്ചു കൊടുക്കുക, എല്ലാം തിരിച്ചു കൊടുക്കണം 50-ാം വർഷം. അപ്പം 6 ദിവസം ജോലി ചെയ്ത് 7-ാം ദിവസം വിശ്രമിക്കണം. 6 വർഷം ജോലി ചെയ്ത് 7-ാം വർഷം കൃഷിഭൂമികളെല്ലാം വെറുതെ ഇട്ടേക്കണം. ദൈവം പറയുന്ന 6-ാം വർഷം ഞാൻ 2 വർഷത്തെ കൊയ്ത്ത് തരും. ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു. 6-ാം വർഷം ജോലി ചെയ്യുമ്പം ബാക്കി ഇപ്പോൾ 1-ാം വർഷം 2-ാം വർഷം 3-ാം വർഷം 4-ാം വർഷം 5-ാം വർഷം ജോലി ചെയ്യുമ്പം ഓരോ വർഷത്തെ കൊയ്ത്താണെങ്കിൽ 6-ാം വർഷം ജോലി ചെയ്യുമ്പം 2 വർഷത്തെ കൊയ്ത്ത് ദൈവം ഒന്നിച്ചു കൊടുക്കും. 8-ാം വർഷം ഇടാനുള്ള വിത്ത് വരെ ഈ 6-ാം വർഷം കൊടുക്കുമായിരുന്നു. ദൈവം വാക്ക് പാലിച്ചു കാണും. പക്ഷെ ഇസ്രായേൽ ജനം വാക്ക് പാലിച്ചില്ല. അവർ 7-ാം വർഷവും വിത്തിറക്കി. അത് ദൈവ കൽപ്പന ലംഘനമായി. ദൈവം ഇതെല്ലാം കൂട്ടി 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 വെച്ചിരുന്നത്. ഇത് വിചാരിച്ച ദൈവം വെറുതെ വിടുമെന്ന് വിചാരിച്ച്. പക്ഷെ ദൈവം വെറുതെ വിട്ടില്ല. ബാബിലോണിലെ നെബൂഖദ്നേസർ രാജാവ് വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പം കൂട്ടിച്ചേർത്ത് 70 വർഷമാണ് പോയി താമസിച്ചോളാൻ പറഞ്ഞത്. ഈ വയലുകളും വിട്ട് വീടുകളും വിട്ട് എല്ലാവരും ഒരുപാട് ആൾക്കാരെ അങ്ങ് അടിമകളായിട്ട് കൊണ്ടുപോയി. അപ്പം ഇവിടെ ജോലി ചെയ്യാൻ പറ്റാതായപ്പം വയലുകളെല്ലാം എത്ര വർഷമാണ് ദൈവം കൂട്ടിയപ്പോൾ 70 വർഷമാണ്. 70 വർഷം അവിടെ വെറുതെ ഇട്ടത്. നമുക്കിപ്പോൾ എന്താ മനസ്സിലായി? നമ്മൾ കോവിഡൊക്കെ വന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ എത്രയോ വർഷങ്ങൾ പ്രസംഗിച്ച് ശാപത്താചരിക്കണം, വീട്ടിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം. ആരും കേട്ടില്ല. എല്ലാവരും ഓടി നടന്ന് അധ്വാനിക്കുകയായിരുന്നു. നമുക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഒന്നും ഉറപ്പ് വരുത്തില്ല. പക്ഷേ ഓൺലൈനിലൂടെ കാണുന്നവർക്ക് ഇപ്പോൾ ദേഷ്യം വരും. ഞാൻ പറയാൻ പോണത്, നമ്മൾ ഇത്രയും വർഷം ഞായറാഴ്ചകൾ എന്തെല്ലാം അധ്വാനിച്ച് ജോലി ചെയ്തു. ദൈവം നമുക്ക് കുറേ സമയം വെറുതെ ഇരിക്കാൻ തന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുക. എല്ലാവരും അവരവരുടെ വീടുകളിൽ വെറുതെ ഇരിക്കുക ചെയ്യുന്നത്. ഇപ്പൊ ജോലിക്ക് പോകണ്ടേ? ഇപ്പൊ ഓവർ ടൈം ഇല്ലേ? ഇപ്പൊ ഡബിൾ സാലറി ഇല്ലേ? ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണ്. ഒരു അധ്വാനവും ഇല്ല. വീട്ടിന്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ഭാഗ്യമുണ്ട്, കാരണം നമുക്ക് ഭയങ്കര മുറ്റമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. പക്ഷെ ഈ ഒരു മുറി വീടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്ക് ഇറങ്ങാൻ പറ്റാതെ ആ മുറിക്കാതിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. എൻ്റെ അനിയത്തി പറയാറ്, ഞാൻ ഫ്ലാറ്റിൽ ഇരുന്നിട്ട് ജനല് തുറന്ന് ജനലിൽ കൂടെ, ജനൽ തുറക്കത്തില്ല, ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ഫ്ലാറ്റ് താമസിക്കുന്നതിന്റെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ വീടിന്റെ പുറത്ത്. ഫ്ലാറ്റിന്റെ വാതിലിന്റെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീട്ടിനകത്തിരുന്ന് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കും. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ബൈക്കും ഇല്ല, കാറും ഇല്ല, ഒന്നുമില്ല, വെറുതെ നോക്കിയിരിക്കും പുറത്തോട്ട്. എല്ലാവരും ഓടി നടന്ന് ഇവരതൊക്കെ പണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച വെറുതെ ഇരിക്കും, ഇന്ന് തുണി കഴുകരുത്, ഇന്ന് തൂക്കരുത്, ഇന്ന് തുടയ്ക്കരുത് എന്നൊക്കെ പറയും. ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഇതൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പറയുന്ന കേട്ടാൽ വിചാരിക്കും എന്നെക്കാളും കൂടുതൽ മക്കളുണ്ടെന്ന്. എനിക്ക് ഞാൻ 5 മക്കളെ വളർത്തിയ ഞാനാ പറയുന്നത്. ഞായറാഴ്ച ദിവസം ചുമ്മാ ഒരു കുഴപ്പമില്ല. ഏതായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് മുറ്റമുള്ളതുകൊണ്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. ഫ്ലാറ്റുകളിലും കൊച്ചു വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ചില പിള്ളേർക്കൊന്നും അവരുടെ അച്ഛനമ്മയൊന്നും ഇഷ്ടമല്ലായിരിക്കും. ഈ അച്ഛനമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെയാണ് ഈ കഷ്ടം പിടിച്ച് ഈ അച്ഛനമ്മയിൽ വിട്ടൊന്ന് പോയി പുറത്തേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ അടിക്കുന്നതും ഉപദ്രവിക്കുന്നതും ചീത്ത വിളിക്കുന്ന അച്ഛനമ്മയുടെ കൂടെ 24 മണിക്കൂർ ഇരിക്കണ്ടേ? അത് ഈ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കുട്ടിയൊക്കെ ഉള്ളവർ, ഒറ്റ മക്കളൊക്കെ ഉള്ളവർ, അത് സംസാരിക്കാൻ പോലും ആരുമില്ല. അച്ഛനമ്മയൊക്കെ മൊബൈൽ ഫോൺ കുത്തി ഇരിക്കുമായിരിക്കും. ഈ പിള്ളേർക്ക് ഒരു സംസാരിക്കാൻ പോലും ആരുമില്ല. എല്ലാവരും ഒറ്റയ്ക്ക് ഇപ്പം ശാപത്ത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറഞ്ഞത് കേട്ട്
ശാബത്ത് ആചരിക്കുന്നവർക്ക് ആർക്കും തോന്നിയില്ല. പക്ഷെ ഇപ്പം നിർബന്ധമായിട്ട് എല്ലാവരും ശാബത്ത് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന് എല്ലാവരും വീട്ടിനകത്താക്കി അകത്തിരുന്നോളാൻ പറഞ്ഞ് എല്ലാവരും ശാബത്ത് എല്ലാവരും ഇപ്പോൾ ശാബത്ത് ആചരിക്കുന്നു. ഇപ്പൊ ജൂബിലി വർഷം ആഘോഷിക്കുന്നിടക്ക് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ ഒരു വർഷം, കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ തുടങ്ങിയതാണ്. ഇപ്പം അന്ന് പറയുന്നതാണ് 4 ദിവസം വീട്ടിൽ ഇരുന്ന്. ഇന്നിപ്പോൾ വീണ്ടും നമുക്ക് അറിയത്തില്ല, 2 ദിവസം മുമ്പ് തുടങ്ങി, എന്ന് തീരുമെന്ന് അറിയത്തില്ല ഈ ലോക്ക്ഡൗൺ. ദൈവകൽപ്പന, ചുവപ്പ് സിഗ്നല് ചാടിയില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ചുവപ്പ് ലൈറ്റ് ചാടിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാവരും ചാടിയില്ല ചുവപ്പ് സിഗ്നൽ. ശാബത്ത് ആചരിച്ചവർ വളരെ കുറവേ ഉണ്ടായിരിക്കത്തുള്ളായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കാണും. നമ്മൾ ദൈവകൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരോട് നമ്മൾ കുറ്റം പറയുമായിരിക്കും. ഞായറാഴ്ച ജോലി ചെയ്യാത്തതിനോ അല്ലെങ്കിൽ ദൈവകാര്യങ്ങൾ ചെയ്യാത്തതിന്. ഞാൻ 2-3 ആഴ്ചക്ക് മുമ്പ് എവിടെ പ്രസംഗിച്ചെന്ന് തോന്നുന്നു, ആരും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ലല്ലോ എന്ന്. ഇനിയിപ്പോൾ ആരും പ്രാർത്ഥനയ്ക്ക് വരേണ്ട ആവശ്യമില്ല, കാരണം വരാൻ പറ്റുന്നില്ല. ആരാധനാലയങ്ങൾ അടച്ചിട്ട് നിർബന്ധമായിട്ട് നമുക്കിനി ആരാധനാലയങ്ങൾ നടത്തുന്നത് തന്നെ ശിക്ഷാർഹമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും ഒരു ആരാധനാലയങ്ങളിലും എല്ലാം അടച്ചു. ഇനി എങ്ങും ആർക്കും ഒന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളിങ്ങനെ നടത്തുന്ന നമ്മള് ഞങ്ങള് ഭാര്യ ഭർത്താവും ഞങ്ങള് 5 മക്കളും നിങ്ങൾ 2 ജോലിക്കാരും മാത്രമല്ലേ ഉള്ളൂ. വേറെ ആരും പുറത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് നടത്തും. പക്ഷെ വേറെ ആർക്കും ഇങ്ങനത്തെ സൗകര്യം ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ പള്ളി ആയതുകൊണ്ട് നമ്മൾ വീട്ടിനകത്തിരുന്ന് ഇങ്ങനെ ചെയ്യും. പക്ഷെ ബാക്കി ലോകത്തോടെ എല്ലാവർക്കും അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. ഞാൻ ശാബത്ത് ഇത്ര വർഷങ്ങളായിട്ട് ആചരിക്കുന്നുണ്ട്. എൻ്റെ മേരുടെ പ്രായമുണ്ട്, 22 വർഷമായിട്ട് നമ്മൾ ശാബത്ത് ആചരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് വന്നില്ല. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ശാബത്ത് ആചരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആൾക്കാർ എന്താ പറയുന്നത്, ജോലി നമ്മൾ പുറം നാട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് നമുക്ക് അവധി ദിവസം ജോലി ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് സുനിൽ പറയാം ജോലിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ജോലി ചെയ്യാൻ മടിയായതുകൊണ്ടാണ് ജോലിക്ക് വരാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി. അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചില സ്ഥലത്ത് ജോലി അതുകൊണ്ട് മാത്രം നമ്മൾ ചിലപ്പോൾ ഒരു ജോലി അവസരം നഷ്ടപ്പെടും. എപ്പോഴും ആൾക്കാർ കളിയാക്കും, ജോലിക്ക് ഇത്രയും തീഷ്ണത പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിയാക്കുകയും ചിലപ്പോൾ ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് യാതൊരു നഷ്ടവും വന്നില്ല. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡബിൾ സാലറി വാങ്ങിച്ച ആൾക്കാരും ഒക്കെ അവർക്കൊക്കെ ഭയങ്കര നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ദൈവം ഒന്നും നഷ്ടപ്പെടുത്തിയില്ല. എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ ഇത് വെച്ചാൽ ഞാൻ വായിച്ച് കേൾക്കുമ്പോഴത്തേക്ക് ചിലർ പറയും ഇതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളല്ലേ, ഇപ്പം പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ഞാൻ ഒരു വായിച്ചു നിർത്താം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം എല്ലാവരും എടുത്ത് വായിക്കുക. ഇത്രയും നേരം പറഞ്ഞത് പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ. അത് പഴയ നിയമമാണ്. ദൈവം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന അടിമകൾക്ക് കൊടുത്ത് അടിമകളായിരുന്ന ഇസ്രായേൽ ജനം അവർ സ്വാതന്ത്ര്യത്തിലേക്ക് കനാൻദേശത്തേക്ക് പോകുന്ന വഴിക്ക് അവിടെ വെച്ച് സീനായി മലയിൽ വെച്ച് കൊടുത്ത കൽപ്പനകളായിരുന്നു. അപ്പൊ ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇത് പഴയ നിയമത്തിലെ കൽപ്പനകളല്ല, ഇപ്പൊ ഇതൊക്കെ പറയുന്നതെന്ന് പറയും. യേശു ശാബത്ത് ആചരിച്ചിരുന്നു. നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏത് ദിവസമാണ്? ശാബത്ത് ദിവസം. ശാബത്ത് ദിവസം പതിവ് പോലെ എന്ന് വെച്ചാൽ ഈ സുവിശേഷം എഴുതുന്ന ഈ ദിവസമല്ല, പതിവ് പോലെ വെച്ചാൽ യേശു എല്ലാ ശാബത്തിലും പള്ളിയിൽ പോകുമായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു?
വായിക്കാൻ എഴുന്നേറ്റ് യേശുവിൻ്റെ ഈ പുസ്തകം കൊടുക്കുമ്പോഴൊക്കെ യേശു എഴുന്നേറ്റ് നിന്ന് പുസ്തകം ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമായിരുന്നു. പക്ഷെ അന്ന് പുസ്തകമല്ലായിരുന്നു, അന്ന് ചുരുളായിരുന്നു. അപ്പൊ അന്ന് എല്ലാ ശബത്തിൽ തൻ്റെ പതിവ് പോലെ യേശു എല്ലാ ശബത്ത് ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോഴൊക്കെ യേശുവിൻ്റെ കയ്യിലാണ് വായിക്കാൻ കൊടുക്കുന്നതെങ്കിൽ യേശു എഴുന്നേറ്റ് നിന്നത് വായിക്കുമായിരുന്നു. എന്താ മനസ്സിലാക്കുന്നത് നമ്മൾ? യേശു ശബത്ത് ആചരിച്ചിരുന്നു. ശബത്ത് ദിവസം യേശു പള്ളിയിൽ പോയിരുന്നു. യേശു അന്ന് ഇന്നത്തെ പോലെ തന്നെ വചനം വായിക്കുകയും അതിൻ്റെ വചനം വ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പം പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിലും യേശു നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. യേശു ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഇളവ് വരുത്തി. പക്ഷെ യേശു ശിഷ്യന്മാരും ശാബത്ത് ലംഘിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. ശാബത്ത് ദിവസം പ്രശ്നം ഉണ്ടാക്കി എന്താണ്? ഫരീസിയർക്ക് യേശു രോഗശാന്തി കൊടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. രോഗശാന്തി കൊടുക്കുന്നതിന് ഇഷ്ടമല്ലായിരുന്നു. ഒരാൾക്ക് രോഗം വന്നാൽ കൊടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിൽ മനഃപൂർവ്വം കുറ്റം കണ്ടുപിടിക്കാനായിട്ടാണ് യേശു ശാബത്തിൽ രോഗസൗഖ്യം കൊടുത്തപ്പോൾ ശാബത്തിൽ രോഗസൗഖ്യം കൊടുക്കാൻ പാടില്ലെന്ന് അവർ യേശുവിനോട് പറഞ്ഞ് യേശുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയത്. അപ്പൊ യേശു അതിന് മറുപടി കൊടുത്തു, ശാബത്ത് ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ കഴുതയോ നമ്മുടെ മറ്റു വളർത്തു മൃഗങ്ങളോ കിണറ്റിൽ വീണ് പോയാൽ നമ്മൾ ആരെങ്കിലും ഇറങ്ങി എടുക്കാതിരിക്കുമോ? നമ്മളത് ജോലി ചെയ്യാൻ പാടില്ലാത്ത ദിവസമാണ്. എങ്കിലും നമ്മളെല്ലാവരും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യത്തില്ലേ? അതുകൊണ്ട് മനുഷ്യർക്ക് രോഗം വന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാൽ രോഗസൗഖ്യം കൊടുക്കേണ്ടതല്ലയോ എന്ന് യേശു ചോദിച്ചു. യേശു ശാബത്ത് ദിവസം പള്ളിയിൽ പോകുമായിരുന്നു, സ്ഥിരമായിട്ട് പോകുമായിരുന്നു, വചനം വായിക്കുമായിരുന്നു, വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമായിരുന്നു, നല്ല കാര്യങ്ങൾ രോഗശാന്തി കൊടുക്കുമായിരുന്നു, ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, രോഗസൗഖ്യം കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളും ഞായറാഴ്ച ദിവസങ്ങൾ യേശു ആചരിച്ചതുപോലെ തന്നെ നമ്മളും ശാബത്ത് ദിവസം ആചരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ എടുത്ത് മാറ്റിയാൽ പോലും, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നത്, ലോക്ക്ഡൗൺ എടുത്ത് മാറ്റുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഓർക്കുക, ഒരു ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. ദൈവത്തിന് സ്തുതി. എല്ലാവരും തീരുമാനം എടുക്കുക. ഓൺലൈനിലൂടെ കാണുന്നവരായാലും ഇപ്പം നേരിട്ട് കേൾക്കുന്നവരായാലും നമ്മളെല്ലാവരും യേശുവിന് ഈ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസം യേശുവിന് വേണ്ടി മാറ്റി വെക്കാതാണ് നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് വിശ്രമിക്കാതെ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുക്കുക, യേശുവിൻ്റെ കൽപ്പന ഇനി മുതൽ ഞാൻ ലംഘിക്കത്തില്ല. ലോക്ക്ഡൗൺ മാറിയാലും ഞാൻ ഒരു ദിവസം യേശുവിന് വേണ്ടി മാറ്റിവെക്കുക. എല്ലാവരും യേശുവിനെ ഇത് കാണുന്ന എല്ലാവരും ഇരിക്കുന്ന നിങ്ങൾ 2-3 പേരുണ്ടെങ്കിൽ എല്ലാവരും കാണുന്ന എല്ലാവരും തീരുമാനിക്കുക, ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കും. അപ്പം ഞാൻ തന്നെ സാക്ഷിയാണ്. 22 വർഷമായിട്ട് ശാബത്ത് ആചരിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശാബത്ത് ഇച്ചിരി കൂടെ കഠിനമാക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും മറ്റ് മുമ്പൊക്കെ ആണെങ്കിൽ ജോലി ചെയ്തിരുന്നത് മാത്രമായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ച് വേറെ ഒരു കാര്യങ്ങളും ജോലി സമയത്ത് മൊബൈൽ ഫോൺ എടുക്കുക, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കും, അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ ചുമ്മാ വിശ്രമിക്കുക. അപ്പം കേൾക്കുന്ന എല്ലാവരും ഒരു തീരുമാനം എടുക്കുക, ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ യേശു ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ദിവസം യേശുവിന് വേണ്ടി മാറ്റി വയ്ക്കുക. ദൈവത്തിന് സ്തുതി. ഒരുക്കമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവെ, നല്ല ദൈവമേ, നേരത്തെ കേട്ട വചനമനുസരിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഒരു ദിവസം അങ്ങയുടെ മുമ്പിൽ
സാപത്ത് ആചരിക്കാതിരുന്ന നാളുകൾ അവയെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള നാളുകളിൽ ഒരു ദിവസം പൂർണ്ണമായി വിശ്രമിക്കാനും അങ്ങയുടെ കൂടെ ആയിരിക്കാനും അവിടുന്ന് പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണം. അതുപോലെ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും എല്ലാ കുറ്റങ്ങളും കുറവുകളും ഞങ്ങളിപ്പോൾ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. നമുക്ക് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവത്സവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഇരിക്കുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഫലമേൽക്കുകയും ചെയ്ത് എന്നതാണ്. കർത്താവായ യേശുവിനെ ഒറ്റപ്പെടുത്തപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നവരെയും അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. ഇരിക്കാം. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിക്കാം. എന്റെ യേശു എത്ര
ദൈവത്തെ ആരാധിക്കാം. 27-ാമത്തെ പാട്ട്. നമുക്കിത് പാടുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ണുകളടച്ച് നമുക്ക് ദൈവം ആത്മാവാണ്, ആത്മാവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടതെന്ന് യേശു പറഞ്ഞു. ആ ആത്മാവായ ദൈവം, നമ്മളെ നയിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ അവസ്ഥകളിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഈ കോവിഡിൻ്റെ അവസ്ഥകളിൽ, അകത്തിരിക്കുന്ന അവസ്ഥകളിൽ, ചിലപ്പോൾ അസുഖമായിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഇതിനെ പേടിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ജോലിപരമായ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും, ലോകം മൊത്തം പ്രത്യേകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. യേശു പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനം വരെ എന്നും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആ യേശു ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നമ്മളെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അവൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടിലൂടെ അവിടുത്തെ ആരാധിക്കാം.
വിട്ടുകൊടുക്കാം. സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു. അവൻ നമ്മുടെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ സൗഖ്യം, ആ പറഞ്ഞ വാക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ രോഗങ്ങൾ അവിടത്തേക്ക് വിട്ടുകൊടുക്കാം. അവിടുന്ന് സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കാം ഇപ്പോൾ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങളുടെ തടസ്സങ്ങൾ, അവയെല്ലാം ഉണ്ടാക്കുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളാണെങ്കിൽ ആ പൈശാചിക ശക്തികൾ നമ്മുടെ ആ പ്രാർത്ഥന ആവശ്യങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഈ കേൾക്കുന്ന ഓരോ മക്കളിലുള്ള അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളുടെ തടസ്സങ്ങൾ, പിശാചുണ്ടാക്കിയിരിക്കുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ന്യായമായി കിട്ടേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി, പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവയെല്ലാം ലഭിച്ച് കിട്ടുവാനായിട്ട് നമ്മുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, അതുപോലെ എന്തുമാവട്ടെ ആ പ്രശ്നങ്ങളിലെല്ലാം ഒരു തീരുമാനമെന്നുണ്ടായി ദൈവം അനുഗ്രഹിക്കുവാനായിട്ട്, വഴികൾ തുറക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അങ്ങാണ് ഞങ്ങളുടെ വിമോചകൻ. അവിടുത്താണ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം അങ്ങാണ്. ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ഇടയനായ അങ്ങാണ് ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. എന്നും ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കും, ഏതവസ്ഥയിലും ഞങ്ങളെ നയിക്കും, ഞങ്ങളെ കൈവിടുക ഇല്ല എന്ന് പറഞ്ഞ ആ ദൈവമായ യേശുവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിനായി തലങ്ങൾ വണങ്ങാം. നല്ല ദൈവം തലങ്ങൾ വണക്കിക്കൊണ്ട്, നല്ല ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ, അവിടുത്തെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ, കൂടിയ മക്കളെ, അങ്ങയുടെ വചനം കേട്ട മക്കളെ, അങ്ങയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് കേൾക്കുവാനായിട്ട് മാറ്റിവെച്ച ഓരോ മക്കളെ, അവരുടെ ആവശ്യങ്ങളെ പിതാവെ അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ എല്ലാവിധ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. എല്ലാവിധ പ്രാർത്ഥനാ തടസ്സങ്ങളും നീക്കി എല്ലാ കാര്യങ്ങളിലും അവിടുന്ന്, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ, ഭൗതികമായ, ശാരീരികമായ, കുടുംബപരമായ, ജോലിപരമായ, സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിയിരിക്കാം. Together
കർത്താവേ